പ്രസാദ് ഏട്ടനെ കല്യാണം കഴിക്കുന്ന ദിവസം ആദ്യമായി കണ്ടതൊന്നും അല്ലല്ലോ നിന്റെ വലിയച്ചി. നേരത്തെ പരിചയം ഉണ്ടായിരുന്നതാ. പരിചയം മാത്രമല്ല, രണ്ടുപേരും തമ്മിൽ പ്രേമത്തിലും ആയിരുന്നു. ഒടുവിൽ ഈ മനുഷ്യൻ കാണിച്ച തോന്നിയവാസത്തിന്റെ പേരില് രണ്ടു കുടുംബങ്ങളും തമ്മിൽ എന്നേക്കുമായി പിരിയൊന്നു വന്നപ്പോ വേഗം ത്യാഗം ചെയ്യുന്നതായി അഭിനയിച്ചു. എനിക്ക് കൂട്ടിനായി ഇയാളുടെ ജ്യേഷ്ഠനെ വിവാഹം കഴിക്കാൻ തയ്യാറായ ത്യാഗോജലമായ നാടകം. സൂപ്പർ സ്ക്രീൻ പ്ലേ ആൻഡ് സൂപ്പർ പെർഫോമൻസ്. കാര്യം അറിയാതെ നീ സംസാരിക്കരുത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് കാര്യം അറിയാനാ? ഇവർ ഇന്ന് വരെ പ്രസാദ് ഏട്ടനുമായി ഒന്ന് സ്വരം ഉയർത്തി സംസാരിക്കുന്നത് പോലും കേട്ടിട്ടില്ല ഞാൻ. അത്രയ്ക്ക് പ്രേമോ ഐക്യമാണ്. ബാക്കിയുള്ളവരിവിടെ ഓരോ ദിവസവും എന്ത് കാരണത്തിനായിട്ടാ വഴക്കുണ്ടാക്കുക എന്ന് അറിയാതെ എരിയുമ്പോഴാ ഈ നാടകമൊക്കെ. വല്യേച്ചി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാണോ അല്ലയോന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? കുഞ്ഞേച്ചിയും കുറച്ചൊക്കെ വിട്ടുകൊടുത്താലേ ജീവിതം നന്നാകൂ. ഇയാൾക്ക് വേണ്ടിയാണോടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഈ സംശയ രോഗിക്ക് വേണ്ടി. ശൂന്യതയെന്ന് സംശയം വീശി പിടിച്ച് മന്ത്രവാദം നടത്തിയൊന്നും അല്ല ഞാൻ. ഒളിച്ചും പാത്തും കത്തെഴുതുകയും വായിക്കുകയും ചെയ്യുന്നതില് ഒന്നുമില്ലെന്ന് വിശ്വസിക്കാനും ഞാൻ തയ്യാറല്ല. അതാരുടേതാണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ, അല്ല സംശയരോഗിയൊന്നും അല്ല ഞാൻ. ഓ, ആ കത്താണല്ലേ കാരണം? എന്നാ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരാം ഇപ്പോ. ഏത് കത്താ മുരളി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ കത്ത് വന്നപ്പോ ഏട്ടത്തി ഇവിടെ ഇല്ലായിരുന്നു. അവളത് എന്നെ കാണിക്കാതെ വന്നപ്പോ ഞാൻ രാത്രി ഇത് തപ്പി കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. ആരുടെ കത്തായിരുന്നു അത്? അവളുടെ കാമുകന്റെ ആണെന്ന് എന്നോട് പറഞ്ഞത്. അതോടെ നിർത്തി ഞാൻ ആ അന്വേഷണം. ആരാരതി നിനക്ക് ഈ കത്ത് എഴുതിയത്? യൂണിവേഴ്സിറ്റി ഓഫീസിലെ സെക്ഷൻ ഓഫീസറാ. പേരറിയില്ല. ഫീസ് മുഴുവൻ കൊടുത്ത് തീർക്കാത്തത് കൊണ്ട് ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യരുതെന്ന് കാണിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചു. അതിന് കാരണം കാണിക്കാൻ പറഞ്ഞിരിക്കുവോ ഈ കത്തിലൂടെ. ഇത് തുറന്നു കാണിച്ചിട്ട് എനിക്ക് വയ്യ ദാരിദ്ര്യം പറയാനും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാനും. അതുകൊണ്ടാ ഈ കത്ത് ഞാൻ ആരെയും കാണിക്കാതെ പൂഴ്ത്തി വെച്ചതും ഇനി അങ്ങോട്ട് പഴുത്ത നിർത്താൻ തീരുമാനിച്ചതും. ആ എന്നോട് വന്ന് കാമുകന്റെ കത്തല്ലേന്ന് ഇയാള് ചോദിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ 3 നേരം വിളമ്പി മൃഷ്ടാനം കഴിപ്പിക്കണോ? കാര്യം എന്താണെന്ന് നീ പറഞ്ഞാലല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല. ലൈഫിൽ പണത്തിനൊരു ആവശ്യം വരുമ്പോഴാ നമുക്കാരുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ടാ ഇനി ആരും എന്റെ ജീവിതത്തിൽ കയറി അച്ഛനായും അമ്മയായും ഉത്തമ ഭർത്താവായും വേഷം കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞതും. മതി. ദേ, നിങ്ങൾക്ക് വേണ്ടത് ഈ കത്തല്ലേ? എന്റെ കള്ളക്കാമുകന്റെ കത്ത്. ഇന്നാ കൊണ്ടുപോയി വായിച്ച രസയ്ക്ക് വയറ് നിറയട്ടെ.
അതെ, അനുജത്തിമാരെയും കുഞ്ഞനുജനെയും കരുതലോടെ വേണം നീ നോക്കാൻ. നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഒരിക്കലും ഇല്ലാതാവരുത്. പരസ്പരം വഴക്ക് കൂടി പിരിയാൻ പാടില്ല. രാധ വേണം ഇനി ഇവർക്ക് എന്റെ സ്ഥാനത്ത്. മോളെ, നീ കരയുകയായിരുന്നല്ലേ? ഏയ്, എന്ത് കരച്ചില്? അതില് വലിയ കാര്യമൊന്നുമില്ല. ഉണ്ട്, കാര്യമുണ്ട്. നിന്റെ മനസ്സ് വേദനിച്ച, നിന്റെ കണ്ണീന്ന് കണ്ണീര് വീഴ്ത്തിയാൽ അവളുടെ ജീവിതം കരിഞ്ഞു പോവും. അത് അവൾക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാ. പിന്നെ അവൾ എത്രയൊക്കെ വെല്ലുവിളിച്ചു പറഞ്ഞാലും എനിക്കറിയാം നീ അവളുടെ അമ്മയായിരുന്നു എന്ന്. അതാണ് സത്യം. ഏയ് അല്ല, അവള് പറഞ്ഞത് കേട്ടില്ലേ? 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന്. അതാ സത്യം. ഞാനതറിയാതെ പോയി. തെറ്റ്. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവുന്നത് എങ്ങനെ? പ്രസവിക്കാത്തത് കൊണ്ട് മാത്രം അമ്മ ആവാതെ ഇരിക്കുന്നില്ല ആരും. ദേ, ഇവിടെ നോക്ക്. കർമ്മബന്ധം എന്ന് പറഞ്ഞ ഒന്നുണ്ട് ഈ ലോകത്ത്. ജന്മബന്ധത്തെക്കാൾ വലുതാ അത്. കർമ്മം കൊണ്ട് മനുഷ്യർക്ക് അന്യോന്യം ജ്യേഷ്ഠനാവാം, പെങ്ങളാവാം, അനിയനാവാം, അച്ഛനും അമ്മയും ആവാം. മനസ്സിലായോ നിനക്ക്? കടമ ചെയ്യാതെ പരസ്പരം ശത്രുതയോടെ യുദ്ധം ചെയ്യുന്ന എത്രയോ രക്തബന്ധങ്ങളുണ്ട് നമുക്കിടയിൽ. അവരെക്കാൾ ഒരുപാട് മുകളിലാണ് മോളെ കർമ്മബന്ധങ്ങളുടെ സ്ഥാനം. സീതമ്മ, അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്നെ സ്വന്തം അമ്മയായിട്ടല്ലേ കരുതുന്നത്? എന്ത് ബന്ധുവാ നമ്മൾ തമ്മിലുള്ളത്? അത് നീ പറഞ്ഞേ കേക്കട്ടെ. ഒന്നുമില്ല. എന്നിട്ടും പൊക്കിൽ കൂടി ബന്ധമില്ലാതെ എനിക്കറിയാം നിങ്ങളൊക്കെ എന്റെ മക്കളാണെന്ന്. അതുപോലെ ആരൊക്കെ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും മനസ്സുകൊണ്ട് ഒരു തിരിച്ചറിവ് മതി ആരതിയും ആരെയും നിന്റെ മക്കളാണെന്ന് മനസ്സിലാക്കാൻ. അവരെന്റെ മക്കള് തന്നെയാ സീതമ്മ. അല്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും അവർക്ക് വേണ്ടി ഞാൻ എന്റെ പ്രാണം വരെ കൊടുക്കാൻ തയ്യാറാ, എപ്പോഴും. ആണല്ലോ. അപ്പൊ പിന്നെ മക്കൾ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അച്ഛനമ്മമാരല്ലേ ക്ഷമിക്കേണ്ടത്? നീ അത് ക്ഷമിച്ചു കളാ. അത് കഴിഞ്ഞു, അത്ര തന്നെ. എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല സീതമ്മ. പറഞ്ഞ വാക്കുകള് ചങ്കില് കോർത്ത് കിടക്കുന്നതിന്റെ ഒരു പിടച്ചില്, അത്രയുള്ളൂ. അറിയാം, ചെറിയ കുട്ടിയല്ലേടി അവള്. ആഗ്രഹിച്ച പോലൊരു വിവാഹമല്ലല്ലോ നടന്നത്. എല്ലാവരോടും യുദ്ധം ചെയ്ത് നടന്നിട്ട് ഒരാവശ്യം വന്നപ്പോ ചോദിക്കാൻ മടി, ദുരഭിമാനം. അതാണ് ഇവിടെ ഇത്രയും വരുത്തി വെച്ചത്. ഫീസിന്റെ കാര്യമാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കില്ലേ സീതമ്മ? അവൾക്കൊരാവശ്യം വന്നാ എന്റെ ചോരയൂറ്റി വിറ്റിട്ടാണെങ്കിലും ഞാനത് നടത്തി കൊടുക്കില്ലേ സീതമ്മ? എനിക്കറിയാം. പക്ഷേ സ്വന്തം കണ്ണുകെട്ടി നടക്കുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകണ്ടേ? അവര് നോക്കുമ്പോ എല്ലായിടത്തും ഇരുട്ടാ. ആർക്കും ഇല്ല അടുപ്പം, എവിടെയില്ല വെളിച്ചം. അത്ര തന്നെ. സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ആ, ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യണം സീതമ്മേ. തൽക്കാലം കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് പണയം വെക്കാം. പിന്നെ പിന്നെ ആ, നമുക്കെന്നാ പഴയ ബേക്കറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ? എന്റെ കൂടെ നിൽക്കാവോ സീതമ്മയ്ക്ക്? ഞാൻ നിക്കാം. പക്ഷേ നിനക്കിപ്പോ തന്നെ ആവശ്യത്തിൽ കൂടുതൽ തിരക്കുകളില്ലേ? അതിന്റെ കൂടെ പലഹാര യൂണിറ്റ് കൂടെ തുടങ്ങിയ ഉറങ്ങാൻ പോലും സമയം കിട്ടില്ലെന്ന് തീർച്ചയാ. നിർമ്മാണം, പാക്കിംഗ്, ഓർഡർ എടുക്കല്, അങ്ങനെ നിന്ന് തിരിയാൻ പറ്റാതെയാവും. സാരമില്ല, എങ്ങനെയായാലും അവളുടെ പഠിത്തം മുടങ്ങരുത്, അതേ എനിക്കുള്ളൂ. നല്ല മനസ്സാ മോളെ നിന്റെ. ഈശ്വരൻ നിനക്ക് നല്ലതേ വരുത്തൂ. ഈ നന്മ കാണാൻ ആ കുട്ടിക്ക് കണ്ണില്ലാതെ പോയി. ഈശ്വരൻ ക്ഷമിക്കട്ടെ അവളോട്. അത്രയുള്ളൂ എനിക്ക് പറയാൻ.
കുഞ്ഞേച്ചി എന്താ ഇങ്ങനെ വെരുകിനെ പോലെ നടക്കുന്നത്? ഓ, കുറ്റബോധം കാരണം ഇരിപ്പുറക്കുന്നില്ലായിരിക്കും അല്ലേ? അല്ല, അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കുറ്റബോധത്തിന്റെ ആവശ്യമുള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ. അതെ അതെ, അത് ശരിയാ. എല്ലാരും കുഞ്ഞേച്ചിയോടാ തെറ്റ് ചെയ്തേ, അനീതി കാണിച്ചത്. ദുഷ്ടക്കുട്ടികളാ ഞങ്ങളൊക്കെ. നീ പരിഹസിച്ചതാണെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം സത്യം തന്നെയാ. ദേ, ഈ നിമിഷം വരെ ഞാൻ ഒരു തെറ്റും ആരോടും ചെയ്തിട്ടില്ല. ആരോടും. അയ്യോ കഷ്ടം. സത്യവും ന്യായവും തിരിച്ചറിയാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. മിസ് പെർഫെക്റ്റ് ആണെന്ന് ഒരു സ്റ്റിക്കർ എഴുതി നെറ്റിയിൽ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ദേ കുഞ്ഞോളെ, ഞാൻ ഇവിടെ തീയില് ചവിട്ടിയാ നിക്കുന്നേ. അതിന്റെ കൂടെ മുള്ളും മുനയും വെച്ച് ആണി കൂടെ വെച്ച് തറക്കരുത് നീ. സോറി കുഞ്ഞേച്ചി. കാല് വെന്ത് നിൽക്കുന്നുണ്ടെങ്കിലേ അതിന്റെ ഒരേ ഒരു കാരണക്കാരി ചേച്ചി ഒരാൾ തന്നെയാ. പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ എത്ര നാളിങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചും മുറിവേൽപ്പിച്ചും ഇങ്ങനെ നടക്കുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു നീ പറയുന്നേ? ഒരുത്തൻ എന്റെ അറിവോ സമ്മതമോ കൂടാതെ എന്റെ ഈ കഴുത്തിൽ താലി കെട്ടിയത് എന്റെ തെറ്റാണോ? അത് ലാക്കാക്കി കണ്ട് നിങ്ങൾ എല്ലാവരും കൂടി അയാളെ വലിച്ചെന്റെ തലയിൽ വെച്ച് തന്നത് എന്റെ തെറ്റാണോ? ഇപ്പതാ എനിക്ക് ഫീസ് അടയ്ക്കണം. ആരോട് പോയി ഞാൻ അവകാശത്തോടെ ചോദിക്കും? ആരുമില്ല. അങ്ങനെ ഒരു നിസ്സഹായത ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കണം നീ. എങ്കിലേ മനസ്സിലാവൂ ചങ്ക് പൊട്ടി പറയുന്ന വേദന എന്താണെന്ന്. അത് ഞാനങ്ങ് സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, കുഞ്ഞേച്ചി മാത്രല്ലല്ലോ നമ്മുടെ വീട്ടിലെ പെൺപ്രജ. ഞാനും വല്യേച്ചി ഇല്ലേ ഇവിടെ? അതിന് ഞങ്ങളുടെ രണ്ടുപേരുടെ കഴുത്തില് ആരും അറിയാതെ താലി കെട്ടിയില്ലല്ലോ. അതിനെന്തായിരിക്കും കാരണം? കുഞ്ഞേച്ചി നേരത്തെ പറഞ്ഞതുപോലെ എന്റെയോ വല്യേച്ചിയുടെയോ തലയിലേക്ക് ഓരോ ആളെയും ആരും അടിച്ചേൽപ്പിച്ചില്ലല്ലോ. അതിന്റെ കാരണം പറഞ്ഞാലും മതി. എന്റെ തലയിൽ എഴുതിപ്പോ അങ്ങനെയായി പോയി. അത് തന്നെ കാരണം. അല്ല, ഇത് സ്വയം ചോദിച്ചു വാങ്ങിയ തലവിധി എന്നേ ഞാൻ പറയൂ. അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ടും എടുത്ത ചാട്ടം കൊണ്ടും സ്വയം വരുത്തി വെച്ച വിനയെന്നും പറയാം നമുക്ക്. ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? ആ കുഴപ്പക്കാരി സോഫിയ അന്ന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോഴേ കൂടുതലൊന്നും അന്വേഷിക്കാതെ ചാടി പുറപ്പെട്ടു. ഹോട്ടലിൽ ചെന്നപ്പോഴെങ്കിലും കെണി മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിച്ചോ? അതുമില്ല. ഒപ്പം തന്നെ ആരോ എന്തോ കലക്കി തന്നത് എന്താണെന്ന് പോലും നോക്കാതെ വാങ്ങി കുടിച്ച് ബോധമില്ലാതെ കിടന്നു. അതിനിടെ സംഭവിച്ചത് എന്താണെന്ന് ഒരു രൂപവും. സഹായിക്കാൻ വന്ന മുരളിയേട്ടനെ പ്രതിയാക്കാൻ കാണിച്ച ഉത്സാഹത്തിന്റെ പകുതി പോലും വേണ്ടായിരുന്നല്ലോ അല്പ സ്വബോധത്തിൽ അവനവന്റെ തടി രക്ഷിക്കാൻ. ഓ, സഹായത്തിന്റെ കാര്യമൊന്നും പറയണ്ട. കഴുത്തില് താല് കെട്ടിക്കൊണ്ട് നൽകുന്ന സഹായം എന്ത് തന്നെയായാലും എനിക്ക് വേണ്ട, അത്ര തന്നെ. ഹോ, എന്റെ കുഞ്ഞേച്ചി, താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ. മനസ്സിൽ ദുരുദ്ദേശം ഉള്ളവർക്കാണെങ്കിൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ ഹോട്ടൽ മുറിയിൽ തനിച്ചു കിട്ടിയ എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാലോ കുഞ്ഞേച്ചിക്ക്. എന്താ കഴിയില്ലേ? പിന്നെ കഴുത്തിലൊരു താലി കെട്ടിയെന്നുള്ള യോഗ്യത കൊണ്ട് മാത്രമല്ല മുരളിയേട്ടനോടൊപ്പം ജീവിക്കാൻ മറ്റുള്ളവർ ആവശ്യപ്പെട്ടത്. ഹോട്ടൽ മുറിയിൽ വെച്ച് ചേച്ചി കളങ്കിതയായോ ഇല്ലയോ എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരേ ഒരു ആൾ കൂടിയായിരുന്നു മുരളിയേട്ടൻ. മാത്രമല്ല, നാളെ മറ്റൊരാളെ വിവാഹം കഴിച്ച ഇതൊക്കെ അവരറിഞ്ഞ എന്തൊക്കെ അഗ്നിപരീക്ഷകളാ കുഞ്ഞേച്ചിക്ക് നേരിടേണ്ടി വരിക എന്ന് കുഞ്ഞേച്ചി ഓർത്തു നോക്കിയിട്ടുണ്ടോ? ഓ, ഇപ്പൊ നിന്റെ മുരളിയേട്ടനായിരിക്കും ഇവിടുത്തെ മഹാത്മാവ്. മഹാത്മാവ് എന്നൊന്നും പറയണ്ട. പക്ഷേ നല്ലൊരു മനുഷ്യനാണെന്നാ മുരളിയേട്ടനെ കുറിച്ച് എന്റെ അഭിപ്രായം. എടി, മതി പ്രസംഗിച്ചത്. കേൾക്കണ്ട എനിക്ക്. നിർത്തി. അല്ലെങ്കിലും മറ്റുള്ളവരുടെ മനുഷ്യത്വവും മഹത്വവും തിരിച്ചറിയണമെങ്കിൽ ഈ രണ്ട് ഉണ്ടക്കണ്ണുകൾ മാത്രം പോരാ. അതിനൽപ്പം ഉൾക്കണ്ണിന്റെ കാഴ്ച കൂടി വേണം. അതില്ലാത്തത് കൊണ്ടാണല്ലോ സ്വന്തം പ്രാണം കൂടി പകത്ത് നൽകാൻ തയ്യാറായി ഇതുവരെ കൂടുന്ന വലിയച്ച വരെ തള്ളി പറയാൻ ഉളുപ്പില്ലാതെ പോയത്. കുഞ്ഞേച്ചിക്ക് ഇപ്പൊ ഏറ്റവും വലിയ ആവശ്യം ഫീസാണെന്നറിയാം. തൽക്കാലം അതോർത്ത് പേടിക്കണ്ട. സ്വന്തം ചോര ഊറ്റി വിറ്റിട്ടാണെങ്കിലും കുഞ്ഞേച്ചിയുടെ ഫീസ് അടയ്ക്കുമെന്ന് വല്യേച്ചി അവിടെ ശബ്ദം എടുത്തിട്ടുണ്ട്.
അതുകൊണ്ട് പരീക്ഷ മുടങ്ങുമെന്ന് പേടിക്കണ്ട. ഏത് വലിയ പഠിപ്പിനേക്കാളും പരീക്ഷയെക്കാളും ഒക്കെ വലുതാ കൂടെ നിൽക്കുന്നവരെ മനസ്സറിയാനുള്ള കഴിവ്. അതില്ലാതെ പോയവരാരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല കുഞ്ഞേച്ചി. ഇനിയെങ്കിലും ആ തിരിച്ചറിവുണ്ടായ കുഞ്ഞേച്ചിക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സാക്ഷാൽ സുഭദ്രാമ തന്നെ ഇറങ്ങി വരും കുഞ്ഞേച്ചി അത് പഠിപ്പിക്കാൻ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. സാറേ 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 അമ്മയോടാണ് ഈ വഴക്കുണ്ടാക്കാൻ പോണത്. വേണ്ട സാറേ വേണ്ട. എനിക്കറിയാം എന്ത് വേണമെന്ന്. മാറണം അങ്ങോട്ടും. ഈശ്വര, ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോണത്? അമ്മേ, നിങ്ങൾ എപ്പോഴാ എന്റെ മുറിയിൽ കയറിയത്? ഞാനെന്തിനാ നിന്റെ മുറി കയറുന്നേ? കാപട്യം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് പല ഉദ്ദേശങ്ങളും കാണും. അതെന്താണെന്ന് ചികഞ്ഞു നോക്കാനും വിവരിക്കാനും എനിക്ക് സമയമില്ല. നിങ്ങൾ എന്റെ മുറിയിൽ കയറി ഞാൻ അറിയാതെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് മാറ്റിയോ? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എന്താടാ നീ ചോദിച്ചതിന്റെ അർത്ഥം? ഞാനൊരു കള്ളിയാണെന്നോ അതോ മോഷ്ടാവാണെന്നോ? ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. എന്റെ മുറിയിൽ രാധയുടെ ചിത്രം വരച്ചത് കാണാതെ പോയിരിക്കുന്നു. ആരോ അത് എടുത്തു മാറ്റിയിരിക്കുന്നു എന്ന അർത്ഥം. ഞാനോ? ഞാനെന്തിനു നിന്റെ പടം എടുത്ത് മാറ്റണം? സാറേ, നമുക്കൊന്നുകൂടെ അവിടെയൊക്കെ നോക്കിയിട്ട്. ഓടാ, പോ. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോവാൻ. നോക്ക് മേഘനാഥ, ഞാൻ നിന്റെ മുറിയിൽ കയറിയിട്ടില്ല. ഒരു നശിച്ചവളുടെയും ചിത്രം എടുത്ത് മാറ്റിയിട്ടുമില്ല. ആരെയാ നിങ്ങൾ നശിച്ചവളെന്ന് വിളിച്ചത്? എന്റെ രാധയാണോ? നിനക്കവള് വലിയ മഹാലക്ഷ്മി ആയിരിക്കും, എന്നാൽ എനിക്കവള് വെറും നശിച്ചവള് മാത്രം. അവളുടെ അച്ഛൻ തൃപ്പങ്ങോട്ട് വാസുദേവൻ കൊലപ്പെടുത്തിയ കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ ഭാര്യയാ ഞാൻ. ആ നീചന്റെ രക്തത്തിൽ പിറന്ന രാധയെ ഒരു നികൃഷ്ട ജന്തുവായ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. പറയുന്ന ഓരോ വാക്കിനും വലിയ അർത്ഥങ്ങളുണ്ട്. അതിന് പൊന്നും വില കൊടുക്കേണ്ടി വരുമെന്ന് മറക്കരുത്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഒന്നുമില്ലെങ്കിലും ഞാൻ പ്രസവിച്ചവനല്ലേടാ നീ. എന്റെ മുലപ്പാൽ വലിച്ചെടുത്ത് ജീവൻ വെച്ചവൻ. ഞാൻ നിന്നെ ഭയക്കണോ? എടാ ഭയക്കണോന്ന്. ഭയക്കും. ഭയക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാലേ ഇവിടുത്തെ ഉത്തരത്തിൽ തൂങ്ങിയാടും ഈ ഭവാനി. അപ്പ വരും കോട്ടയ്ക്കൽ വിശ്വംഭരൻ നിന്നോട് ചോദിക്കാൻ. ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പിൽ മയങ്ങി പെറ്റമ്മയെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു. ഇതിനും മാത്രം എന്തു മഹത്വമാടാ ആ നാശം പിടിച്ചവൾക്കുള്ളത്. സാറൊന്നും വിചാരിക്കരുത്. പലവട്ടം സാക്ഷിയായതുകൊണ്ട് പറയുക. വെറും ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അമ്മയും മകനും തമ്മിൽ തെറ്റരുത്. അത് തെറ്റാണ്. ഏയ്, നീ ആരാടാ അത് പറയാൻ? നിന്നെ വേണ്ട വേലയാ, ഇവന്റെ കണ്ണില് തിമിരം ബാധിച്ചിരിക്കുക. പറയുന്ന എന്താ ചെയ്യുന്ന എന്താന്ന് ബോധ്യമില്ലാത്തവൻ. ഏയ്, നിങ്ങൾ കൂടുതൽ പ്രസംഗിക്കണ്ട. ആ ചിത്രം എവിടെ പോയി എന്ന് പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ പറയിപ്പിക്കും ഞാൻ. ആ ചിത്രം എന്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള ഖേദം മാത്രമേ എനിക്കുള്ളൂ. കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കത്തിച്ച് കാറ്റി പറത്തേനെ.
അവന്റെ ഒരു രാധ. അവളെ കണ്ട് ഭ്രാന്ത് ഇളകിയിരിക്കുക മേഘ നിനക്ക്. ഏതായാലും ഒരു കാര്യം നീ ഓർത്തോ, ഈ നിമിഷം മുതൽ നിനക്കവളെ കാണാൻ കഴിയല്ലേ എന്നും മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ അവൾ ആദ്യം എന്റെ കൺമുമ്പിൽ വന്ന് പെടണം. പിടിവരെ ഒരു കത്തി ഞാൻ അവളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കുമെന്ന് ഉറപ്പാ.